ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടേ ഞാൻ ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് എഴുന്നേറ്റാണ്. 5 മണിക്ക് എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി വന്നപ്പോഴത്തേന് സമയം 24 5:24 എനിക്ക് ശരിക്കും 6 മണിക്കാണ് പഞ്ചിങ് ചെയ്യേണ്ടത്. അപ്പം എനിക്ക് ശരിക്കും വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു 10 മിനിറ്റത്തെ വണ്ടിയിൽ 10 മിനിറ്റത്തെ ഇതേ ഉള്ളൂ. അപ്പത്തിന് എത്തും. ഞാനൊരു 15 മിനിറ്റ് കണക്കാക്കിയിട്ടാണ് ഇറങ്ങുന്നത്. കാരണം ഞാൻ അത്ര സ്പീഡിലൊന്നുമില്ല, പതിയെ വണ്ടി ഓടിച്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 15 മിനിറ്റിൽ വണ്ടി ഓടിച്ച് വരുന്നത് മാത്രമല്ല, 15 മിനിറ്റിൽ 10 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തായാലും പാർക്കിംഗ് എത്തും. പാർക്കിങ്ങിൽ നിന്ന് എനിക്ക് നടക്കാനാണുള്ളത് ഒരു 5 മിനിറ്റോളം 5-10 മിനിറ്റോളം നടക്കാനുണ്ട്. അപ്പോൾ ഒരു വിധത്തിൽ ഓടി അണച്ച് വേഗം എത്തും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും ഇത്തിരി വൈകിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ നല്ല നല്ല വെട്ടമൊക്കെ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തല്ല ഞാൻ വരിക, കുറച്ചും കൂടി നേരത്തെ വരും. അപ്പോൾ ഒരു ഇരുട്ട് പോലെ ആയിരിക്കും. ഇന്ന് പക്ഷെ നല്ല തെളിച്ചമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇൻ്റർനാഷണൽ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണലാണ് കേട്ടോ ഞാൻ ജോലി ചെയ്യണേ. ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് 2 ഷോപ്പുണ്ട്. ഒന്ന് ഇൻ്റർനാഷണലും ഒന്ന് ഡൊമസ്റ്റിക്കിലും ഉണ്ട്. രണ്ടും നമുക്ക് ഡിപ്പാർച്ചർ സൈഡിലാണ് കേട്ടോ വരുന്നത്. അറൈവലിൽ നമുക്ക് ഷോപ്പില്ല, ഡിപ്പാർച്ചറിലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി വന്നിട്ട് ഡൊമസ്റ്റിക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡൊമസ്റ്റിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഇൻ്റർനാഷണൽ ഡ്യൂട്ടി വരാറുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഡൊമസ്റ്റിക്കിലാണ് ഡ്യൂട്ടി. ഇന്ന് മോർണിംഗ് ഷിഫ്റ്റാണ്. മോർണിംഗ് ഷിഫ്റ്റ് ഞങ്ങൾക്ക് 6 മണി തൊട്ട് 2 മണി വരെയാണ്, ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ ആ ഒരു കാണുന്നതാണ് കേട്ടോ ഗേറ്റ്, സ്റ്റാഫ് ഗേറ്റ്. ആ ഗേറ്റിൽ കൂടെ നമ്മൾ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടെ നമുക്ക് സ്റ്റാഫിന് വേണ്ടി മാത്രമായിട്ടുള്ളത്. എല്ലാ സ്റ്റാഫിനും ഇല്ല, എല്ലാ സ്റ്റാഫിനും ഉണ്ട്. പക്ഷേ കുറച്ചൊക്കെ സ്റ്റാഫ് ഇതുവരെ ആയിരിക്കും. കാരണം മറ്റേ അല്ലാതെ എയർലൈൻ സ്റ്റാഫൊക്കെ അവർക്ക് വേറെ കയറാനായിട്ട് വഴികളുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് കയറുന്നത്. മുകളിലെത്തി കേട്ടോ, മുകളിലത്തെ നിലയിലാണ്. പിന്നെ എല്ലാവരും ഡ്യൂട്ടിക്ക് പോകാനുള്ള തിരക്കിലാണ്. എല്ലാവരും ഓരോരുത്തർ വേഗം പോവാണ് ഷോപ്പിലേക്ക്. അപ്പോൾ എൻ്റെ ഷോപ്പ് അങ്ങ് അറ്റത്താട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് കയറിയിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പുറത്ത് രാത്രിയാണോ പകലാണോ എന്നറിയില്ല. ആ ഒരു ഇതുപോലെയാണ്. എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കില്ല. ഫുൾ ടൈം എല്ലാം വെട്ടവും ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് നോക്കാനുള്ളത് കണ്ടല്ലോ ഒരു ഇതുണ്ടാവില്ല. അപ്പം നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സൂക്ഷിച്ച് നോക്കണം. അവിടെ സൈഡ് ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിൻ്റെ അവിടെ പോയി നമ്മൾ കുറേ നേരം നോക്കിയിരിക്കുമ്പോഴേക്കും മഴയാണെന്ന് തിരിച്ചറിയുള്ളൂ. അതുപോലെ ആയിരിക്കും. മഞ്ഞ് ഇതായിട്ട് കിടക്കുകയാണെന്നേ തോന്നുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ദൂരമുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് നടക്കാനായിട്ട്. അപ്പോൾ ഞാൻ എത്തിയപ്പോൾ ഞാൻ വൈകിയത് കാരണം കൊണ്ട് വേഗം പഞ്ച് ചെയ്തിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പിലിടാനുണ്ട്. അതൊക്കെ ഇട്ടു. ഞാനങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോയി. ഈ ഇരിക്കുന്ന ഇത്രയും ബുക്കുകൾ എനിക്ക് എഴുതാനുണ്ട് കേട്ടോ, കുറേ എഴുതാനുണ്ട്. പിന്നെ ഇതിന് മുന്നേ ഷിഫ്റ്റ് ചെയ്ത് പോയവർ എഴുതിയിരിക്കുന്നത് നമ്മളിങ്ങനെ കറക്റ്റാണോ അല്ലെങ്കിൽ ക്യാഷും ഒക്കെ ഉള്ളത് കറക്റ്റാണോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്വൈപ്പിംഗ് മെഷീൻ്റെ അകത്ത് ചാർജ് കുറവായിരിക്കും. അപ്പോൾ ചാർജർ വന്നു കഴിഞ്ഞാൽ തന്നെ ചാർജറിലിടും. സിസ്റ്റം ഓണാക്കി നമ്മൾ ചാർജിലിട്ട് പിന്നെ കണക്കൊക്കെ നോക്കും കറക്റ്റാണോ എന്ന്, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കും. കാരണം നോക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഷിഫ്റ്റിൽ നമുക്കപ്പോൾ മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് നമ്മൾ മുന്നേ നിന്ന് ഷിഫ്റ്റുകാരുടെ പിന്നെ ക്യാഷും ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേരും കാര്യങ്ങളൊക്കെ സൈനൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും, കസ്റ്റമറിനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പ് ഇങ്ങനെ കോക്കനട്ടിൻ്റെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ വരുന്നത്. ഈ ഓയിൽ, മിൽക്ക് പൗഡർ, ചട്നി പൗഡർ അങ്ങനെയായിട്ട്. പിന്നെ മെയിനായിട്ട് കോക്കനട്ടിൻ്റെ പ്രൊഡക്റ്റാണ്. മെയിനെന്നല്ല, ഫുൾ കോക്കനട്ടിൻ ബേസായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ്. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ കാണാത്ത കുറേ സംഭവങ്ങൾ നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ. അതായത് കോക്കനട്ടിൽ നിന്ന് ആകെ എനിക്കറിയാവുന്നത് വെളിച്ചെണ്ണയും പിന്നെന്താ പറയുക, നമ്മുടെ സ്പൂണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പിന്നെ ചവിട്ടി, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എഡിബിൾ പ്രോഡക്റ്റ് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ, നമ്മുടെ ഷോപ്പിൻ്റെ സൈഡിലിട്ടൊരു വിൻഡോ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഫ്ലൈറ്റൊക്കെ വരുന്നതൊക്കെ കാണാം. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ലാൻഡിങ് ആണ്. പിന്നെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ് ഇവിടെ ഡൊമസ്റ്റിക്കിൽ കൂടുതലുണ്ടാവുക. അപ്പം അതൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ട് ബോർഡിങ്ങൊക്കെ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ടാവും. നമ്മുടെ ഗേറ്റ് വന്ന് 4ാമത്തെ ഗേറ്റിൻ്റെ അടുത്താണ് കേട്ടോ. അതാണ് ആൾക്കാർ നടന്നു പോകുന്ന സ്ഥലമാണ്. അതുവഴിയാണ് നടന്ന് ഫ്ലൈറ്റിലേക്ക് കയറുന്നത്. ഇവിടുന്ന് ചെക്കിങ് കഴിഞ്ഞിട്ട് അവരകത്തേക്ക് പോകുന്നത് അതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഒരുപാട് എല്ലാം മിക്കതും ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകൾ മാത്രമായിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊരു 9 മണിയൊക്കെ 9:30 ആകുമ്പോഴത്തേനും ഞാൻ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. രാവിലെ ഇറങ്ങിയതല്ലേ, നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നല്ല വിശപ്പായി. തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ
ഇറങ്ങി. നമുക്ക് ക്യാൻറ്റീൻ ഉണ്ട്, സ്റ്റാഫ് ക്യാൻറ്റീൻ ഉണ്ട്. പക്ഷേ അവിടത്തെക്കാട്ടിലും ഫുഡ് നമ്മൾ വേറെ ഷോപ്പുകളും ഉണ്ട് കേട്ടോ. സ്റ്റാഫിന് കുറച്ചും കൂടി വില കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. ഇത് ഞാൻ പുറത്ത് വന്നിട്ട് അതേ നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് പുറത്ത് വന്നിട്ട് ആ ഗ്രൗണ്ടിൽ തന്നെയുള്ള കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ പോണേ, കടയിലേക്കാണ് പോകുന്നത് നമ്മൾ ചായ കുടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ദോശയും ചായയൊക്കെ പറഞ്ഞ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നേരെ വീണ്ടും ഡ്യൂട്ടിക്ക് കയറുകയാണ്. അപ്പോൾ എൻ്റെ ഷോപ്പിലുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇത് ഫുള്ള് ഓയിലൊക്കെയാണ്, ബോട്ടിലിരിക്കുന്നതൊക്കെ ഓയിലാണ്. പിന്നെ വിനീഗർ ഉണ്ട്, കോക്കനട്ട് വാട്ടറിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ വിനീഗർ. പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് കിളിക്കൂടാണ് കേട്ടോ, ഹാൻഡ് മെയ്ഡ് കിളിക്കൂടാണ്. നല്ല ഭംഗിയാണ് കാണാൻ, അത്യാവശ്യം പോകാറുണ്ട് കേട്ടോ സാധനം. പിന്നെ ഞാൻ ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കൊന്നും ഒരുപാട് പേരൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. ചിലർക്കൊക്കെ അറിയാമായിരിക്കും. കോക്കനട്ട് ഈ നമുക്ക് നമ്മുടെ വാഴക്കായുടെ ചിപ്സൊക്കെ ഉണ്ടാവും. ഇത് അതേപോലെ തന്നെ കോക്കനട്ടിൻ്റെ ചിപ്സ് ആട്ടോ. നമുക്കിങ്ങനെ വെറുതെ കഴിക്കാം, പൊട്ടിക്കുക, വെറുതെ കഴിക്കാം. ചെറിയ ചെറിയ സ്ലൈസസ് ആയിരിക്കും അതിൽ. ഇത് പ്ലെയിൻ ആണ്, ഇതിനകത്ത് ഫ്ലേവറൊന്നും ഇല്ല. മധുരം ഉണ്ടാവും കേട്ടോ അതിന്, മധുരം ആഡ് ചെയ്തിട്ടുണ്ട് അതിന്, അത്യാവശ്യം നല്ല മധുരം ഉണ്ട് അതിന്. പിന്നെ ലെമണിൻ്റെ ഫ്ലേവർ ഉണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഉണ്ട് കേട്ടോ അതിൽ തന്നെ വരുന്നത്. ഇത് റെഡി ടു ഈറ്റ് ചട്നിയാണ് കേട്ടോ. ഇതും എനിക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു, മിക്ക ബ്രാൻഡുകൾക്കും ഉണ്ടാവും. പക്ഷേ ചിപ്സ് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല, അത് കാണാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഇത് റെഡി ടു ഈറ്റ് ആണ് കേട്ടോ. നമുക്കിത് പൊട്ടിക്കുക, കഴിക്കുക, അങ്ങനെ തന്നെ ലിക്വിഡാണ്. നമുക്ക് നോർമലി ചട്നി നമ്മൾ ഉണ്ടാക്കി കഴിക്കില്ലേ, അതേപോലെ തന്നെയാണ്. വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് ഇൻസ്റ്റൻറ്റ് ചട്നിയാണ് കേട്ടോ. ഇത് ചട്നി പൊടിയാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചൂടുവെള്ളം മിക്സ് ചെയ്യണം. അതിന് 3 ഫ്ലേവർ വരുന്നുണ്ട്. ഒന്ന് കൊറിയാണ്ടർ വരുന്നുണ്ട്, ഇതൊന്ന് റെഡ് ചില്ലി, പിന്നെ വൈറ്റ് ചട്നിയാണ്. നമ്മൾ സാധാരണ തേങ്ങ അരച്ചിട്ടുള്ള പച്ചമുളക് അരച്ചുള്ള ചട്നിയിൽ ആ ചട്നിയാണ്. ഇത് പൊടികളാണ് കേട്ടോ. അത് എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അതിനകത്ത് ചൂടുവെള്ളം മിക്സ് ചെയ്താൽ മാത്രം മതി, ചട്നി റെഡിയാണ് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷുഗർ കേട്ടോ, കോക്കനട്ടിൻ്റെ ഷുഗർ. ഇതും എനിക്ക് തോന്നുന്നു ഒരുപാട് പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്നത് നമ്മളെ മറ്റേ ഷുഗർ പഞ്ചസാര ആഡ് ചെയ്യുന്നു, പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല. ഇത് നീരാന്ന് പറഞ്ഞിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടല്ലോ, നമ്മൾ കള്ളെടുക്കുമ്പോൾ തൊട്ട് മുന്നേ വരത്തില്ലേ, അതാണ്. ഇത് ആ ഒരു കളറാണ് കേട്ടോ അതിന് വരുന്നത്. അതിൻ്റെ ഒറിജിനൽ കളറാണ് കാണുന്നത്. ഒരു ശർക്കരയുടെയൊക്കെ കളർ വരും. ശർക്കരയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അത്ര കറക്റ്റ് ശർക്കര ടേസ്റ്റ് ഇല്ല. വേറെ ഒരു കോക്കനട്ടിൻ്റെ ഒരു കോക്കനട്ടിൻ്റെ അല്ല, എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് അതിന്. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ അത് ഈ നീരാന്ന് പറഞ്ഞ ഡ്രിങ്ക് ഡ്രൈ ആക്കി പൊടിച്ച് വരുന്ന. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓയിൽ, പിന്നെ കുറേ തേങ്ങ വറുത്തരച്ച മസാല ഉണ്ട്. പിന്നെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്സ്, ഷുഗർ, പിന്നെ ഈ ചട്നികളൊക്കെയാണ് വെറൈറ്റി കേട്ടോ. ഞാനാണെങ്കിൽ ക്ലോസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് കുറച്ച് വൈകി കേട്ടോ. അത് കാരണം ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ വേഗം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി നേരെ പാർക്കിൽ വന്ന് വണ്ടി എടുത്തു. നല്ല വിശപ്പെടാണ്, കാരണം രാവിലെ ഒരു 9 മണിക്ക് ഞാൻ ആ ദോശ കഴിച്ചത്. പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശക്കുണ്ട്. പിന്നെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വേറെ ഞാൻ സാധാരണ സ്നാക്സ് ഒക്കെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഇടയ്ക്കൊക്കെ സ്നാക്സ് ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു 12 മണിയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിക്കും. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും കൊണ്ടുപോകാത്തത് കാരണം എനിക്ക് നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു മൂടുണ്ടായില്ല. വേഗം എങ്ങനെയെങ്കിലും വീട്ടിൽ വരണം, ചോറ് കഴിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വണ്ടി എടുത്ത് വേഗം വീട്ടിലെത്തി. അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്